Hi, it's Will Shailyas from Code Design. അപ്പോൾ പുതിയ കളക്ഷനാണ്. നിങ്ങൾക്ക് ഏകദേശം ഇതിന്റെ പ്രിന്റ് ഒക്കെ കാണുമ്പോൾ ഓർമ്മ ഉണ്ടായിരിക്കും കേട്ടോ. നമ്മൾ ഓൾറെഡി ഐറ്റം സ്റ്റോക്ക് ചെയ്തിട്ടുള്ളതാണ്, ഇതിപ്പോൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ മെയിൻ ഹൈലൈറ്റ് എന്നുള്ളത് കുറച്ച് ഹാൻഡ് വർക്കും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു ഫംഗ്ഷൻ വെയർ ആക്കിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലാണ് ഇന്ന് പ്രസന്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാവുന്ന പീസ് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ഓർഡർ പ്ലേസ് ചെയ്യുക. പേയ്മെന്റ് ഒക്കെ ഗൂഗിൾ പേ ത്രൂ ആണ്, അതുപോലെ അക്കൗണ്ട് ട്രാൻസ്ഫറും പോസിബിൾ ആണ്. DTDC അല്ലെങ്കിൽ പോസ്റ്റൽ സൗകര്യം ഉണ്ട്. നിങ്ങൾക്ക് ഓക്കെ അത് സെലക്ട് ചെയ്യുക. അതുപോലെ റീപ്ലേസ്മെന്റ് റീഫണ്ടിങ് കൂടി ശ്രദ്ധിച്ച് പർച്ചേസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഓൾറെഡി നമ്മളിത് സ്റ്റോക്ക് ചെയ്ത ഐറ്റാണ്. ജാം കോട്ടണിൽ അജ്രക്കിന്റെ പ്യൂർ അജ്രക്കിന്റെ ബ്ലോക്ക് പ്രിന്റ്, പ്യൂർ അജ്രക്ക് വെച്ചാൽ അതിന്റെ എന്താ പറയുക പക്ക ബ്ലോക്ക് പ്രിന്റ് വരുന്ന ഒരു ഐറ്റാണ്. സൂപ്പർ ഒരു പീസാണ് വിത്ത് ഹാൻഡ് വർക്ക്. അജ്രക്കിൽ ഹാൻഡ് വർക്ക് കൂടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയായിട്ട് നമ്മൾ നോർമൽ ഒരു ഹാൻഡ് വർക്ക് അല്ലെങ്കിൽ ഒരു നോർമൽ മെറ്റീരിയൽ വർക്ക് വരുന്നേക്കാളും ഒരു സ്റ്റാൻഡേർഡ് ലുക്കാണ് അജ്രക് മെറ്റീരിയലിൽ അജ്രക്കിന്റെ പ്രിന്റ് വന്നതിൽ ഹൈലൈറ്റ് ചെയ്തിട്ട് വർക്ക് വരും. അത് ഞാൻ ഇട്ടത് കാണുമ്പോൾ മനസ്സിലാവും. ഇത് ലാസ്റ്റ് നമ്പർ അല്ലേ നമ്മൾ കൊടുത്തില്ല. അപ്പോൾ ഞാൻ ഇത് ലാസ്റ്റ് കാണിക്കാം കേട്ടോ. അപ്പോൾ ഓരോന്ന് വരുന്നിട്ട് കണ്ടു തുടങ്ങാം. ഫസ്റ്റ് വണ്ണ് വരുന്നത് സൈഡിലും നമ്പർ മെൻഷൻ ചെയ്യാം. ഇത് കറക്റ്റ് നാച്ചുറൽ ഡൈ വരുന്ന അജ്രക് ബ്ലോക്ക് പ്രിന്റ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ ആണ്. മെറ്റീരിയൽ വരുന്നത് ജാം കോട്ടൺ ആണ് കേട്ടോ. മെറ്റീരിയൽ അതും പ്യുവർ ആയിട്ടുള്ള ജാം കോട്ടൺ ആണ്. നെക്കിന്റെ ഏരിയയാണ് നമ്മൾ യോക്ക് പാർട്ടാണ് ഹൈലൈറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്തിട്ടുള്ളത്. വിത്ത് മിററും കഥാന യൂസ് ചെയ്തിട്ടാണ്, കട്ട് ബീഡ് യൂസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. സിൽക്ക് ത്രെഡ് വെച്ചിട്ട് ഫ്രെയിമും ചെയ്തിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു പ്രിന്റ് ആണ് വരുന്നത് കേട്ടോ. ബോഡി ബാക്ക് ആൻഡ് ഫ്രണ്ട് ഇതുപോലെ തന്നെയാണ് വരിക. ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഇതാണ് നമ്മൾ നെക്കിന്റെ ഏരിയയ്ക്ക് ഒരു ബക്കറ്റ് ഷേപ്പിൽ അങ്ങനെയാണ് ഞാൻ കട്ട് ചെയ്ത് ചെയ്തിരിക്കുന്നത്. ഒരു ജസ്റ്റ് അതൊന്ന് കാണിക്കാം. ഒരു പൈപ്പിംഗ് ആക്കിയിട്ട് നമ്മുടെ ബോട്ടത്തിന്റെ പീസിൽ നിന്ന് പൈപ്പിംഗ് എടുത്തിട്ടാണ് ഇത് കട്ട് ചെയ്ത് വെക്കുക ചെയ്യുക. ടൈലേഴ്സിനോട് പറയണം ഡയറക്റ്റ് നെക്കിലേക്കല്ല, മെറ്റീരിയലിന്റെ ഒരു സൈഡ് പോർഷനിലായിരിക്കും ഇത് ഉണ്ടായിരിക്കുക. അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് നമ്മൾ സ്ട്രെയിറ്റിലേക്ക് എന്താ പറയുക സ്റ്റിച്ച് ചെയ്തിട്ട് ജസ്റ്റ് ഔട്ടർ ലൈനിൽ ഇതുപോലെ പൈപ്പിംഗ് കൊടുത്ത് ചെയ്താലാണ് അതിന് ശരിക്കും കറക്റ്റ് ഒരു ഫിനിഷിങ് വരുള്ളൂ. അപ്പോൾ അങ്ങനെ തന്നെ നിങ്ങൾ ചെയ്യണം കേട്ടോ. അപ്പോൾ നല്ല ജെറ്റ് ബ്ലാക്ക് ഡീപ് ബ്ലാക്ക് ഷെയ്ഡിലാണ് വരുന്നത് ടോപ്പ് വരുന്നത്. ടോപ്പും എന്താ പറയുക ഓപ്പൺ ചെയ്യുക അല്ലേ നെക്കിൻ്റെ ഏരിയ. പക്ഷെ നെക്കിൻ്റെ അവിടെ അല്ല ഞാൻ ചെയ്യിപ്പിച്ചിട്ടുള്ളത്, വർക്ക് ചെയ്യിപ്പിച്ചിട്ടുള്ളത് ഒന്ന് സൈഡിലേക്ക് മാറിയിട്ടാണ്. കാരണം അത് കട്ട് ചെയ്തിട്ട് നമുക്ക് നെക്കിലേക്ക് കൊടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ ഒരു സൈഡ് പോർഷനിലേക്കാണ് ചെയ്തിട്ടുള്ളത്. ഇതിന് താഴ്ഭാഗത്തു നിന്നാണ് സ്ലീവ് എടുക്കേണ്ടത് കേട്ടോ. അപ്പം നെക്കിൻ്റെ ഏരിയ ഇങ്ങനെ വരും. ബാക്ക് ആൻഡ് ഫ്രണ്ട് ഓൾ ഓവർ സെയിം പ്രിന്റ്. ബോട്ടം ഒരു ലൈൻ പാറ്റേൺ ആണ് വരുന്നത്. നമുക്കൊരു ആംഗിൾ ലെങ്ത് ഒക്കെ ചെയ്യാൻ പറ്റിയതാണ്. പാരലൽ ബോട്ടം ചെയ്യാം കേട്ടോ. ദുപ്പട്ട വരുന്നത് ബോട്ടത്തിന്റെ സെയിം പ്രിന്റിലാണ്. പല്ലു ഏരിയയിൽ ടോപ്പിന്റെ പ്രിന്റ് വരുന്നുണ്ട് കേട്ടോ. ഇത് കുറച്ചൊരു ഇതായിട്ടുള്ളതാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത്. ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത്. 2.5 മീറ്റർ ഉണ്ടായിരിക്കും ദുപ്പട്ട. നെക്കിൻ്റെ ഏരിയ ഇതുപോലെ വരും. വർക്ക് നല്ല അതാണെങ്കിലോ നല്ല കട്ട് ബീഡ് നല്ല ഷോ ഉള്ളതാണ്. നോർമലി ആൻറ്റി ഗോൾഡ് അല്ലെങ്കിൽ സിൽവർ അങ്ങനെയല്ല, ഇത് ബ്ലാക്കിൽ തന്നെ ഒരു നല്ല ഷൈനിങ് വരുന്ന ഒരു മെറ്റീരിയൽ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇടുമ്പോൾ തന്നെ നല്ല ഭംഗി വരുന്നുണ്ട് കേട്ടോ. ഇതാണ് ഫസ്റ്റ് വണ്ണ് വരുന്നത്. സെക്കൻഡ് പീസ് വരുന്നത് നല്ലൊരു മസ്റ്റാർഡ് യെല്ലോ അല്ലെങ്കിൽ മസ്റ്റാർഡ് യെല്ലോയിൽ ബ്ലാക്ക് പ്രിന്റ് വരുന്ന ഒരു പീസാണ് കേട്ടോ. കണ്ണിലെന്തോ പോയി. ബ്ലാക്ക് പ്രിന്റ് വരുന്നതാണ്. നെക്കിൻ്റെ ഏരിയ നോക്കിയേ നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഗോൾഡൻ സീക്വൻസും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, ബ്ലാക്ക് പ്രിന്റ് ആയത് കാരണം കട്ട് ബീഡ് ബ്ലാക്ക് തന്നെ യൂസ് ചെയ്തപ്പോൾ എനിക്ക് തോന്നി കുറച്ചും കൂടെ ഒന്നൊരു വർക്ക് ആവാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആൻറ്റി ഗോൾഡ് സീക്വൻസും കൂടെ അതിൽ ആഡ് ചെയ്യാനാണ് പറഞ്ഞിട്ട് ചെയ്യിപ്പിച്ചിട്ടുള്ളത്. ഓക്കെ, ബ്ലാക്ക് തന്നെ ആവുമ്പോൾ അതിലേക്ക് പെട്ടെന്ന് അറിയണില്ല അത് കാരണം. പക്ഷെ അത് അങ്ങനെ നല്ല ഷോ ഉണ്ട് മെറ്റീരിയൽ കാണാൻ ആവശ്യം ഉണ്ടായിരുന്നില്ല തോന്നി. വളരെ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നെക്കിന്റെ ഏരിയ ഞാൻ പറഞ്ഞു. എന്നിട്ട് നമ്മളെ നെക്ക് പോർഷനിലേക്ക് അല്ലെങ്കിൽ ഫ്രണ്ട് പാർട്ടിലേക്ക് വെച്ച് ലൈനില് നമ്മൾ ബോട്ടത്തിന്റെ പീസ് കൊടുക്കട്ടെ അതേപോലെ. ഓക്കെ, ഞാൻ കൺഫ്യൂഷൻ നിങ്ങൾക്ക് വരണ്ട എന്നുള്ളതിലാണ്. അല്ലാണ്ട് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഡയറക്റ്റ് അങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ നെക്കിൻ്റെ പാർട്ട് ഇവിടെ ആവുമല്ലോ വരാം, അതിലേക്ക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാണ് ചെയ്യേണ്ടത് കേട്ടോ. ടോപ്പിൻ്റെ മെറ്റീരിയലൊക്കെ അത്യാവശ്യം ഉണ്ട്. ഒരു 2.5 മീറ്റർ ഉണ്ട്. ഞാൻ അതിൻ്റെ ഇഞ്ചസ് പറഞ്ഞുതരാം എത്ര ഇഞ്ച് വരുന്നത്. 48 ഇഞ്ച് എന്തായാലും കിട്ടും. നിങ്ങൾക്ക് ലെങ്ത്ത് എക്സ്ട്രാ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യണം. അപ്പം ഞാനൊക്കെ കിട്ടുള്ള 49 ആണ്. അതിൽ ലെങ്ത്ത് എക്സ്ട്രാ ആഡ് ചെയ്തിട്ടൊന്നുമില്ല. ഇതാണ് ബോട്ടം വരുന്നത്. ഒരു ഐവറിയിൽ മസ്റ്റാർഡ് യെല്ലോ സിഗ്സാഗ് പ്രിന്റ് വരുന്നത് കേട്ടോ. ദുപ്പട്ട ഞാൻ ഫുൾ ഓപ്പൺ ചെയ്യുന്നില്ല, കാരണം 2.5 മീറ്റർ ഉണ്ട് ദുപ്പട്ട. ഫുൾ ഓപ്പൺ ചെയ്ത് വരുമ്പോഴേക്ക് നല്ല നേരം വഴുകും. ഇപ്പം തന്നെ നല്ല നിങ്ങൾക്ക് ഇതിൻ്റെ ഹാഫ് പോർഷൻ കണ്ടാൽ തന്നെ മനസ്സിലാവും.
കേട്ടോ. അപ്പൊ ഇതാണ് ദുപ്പട്ട വരുന്നത്. ടെസൽസ് ഉണ്ട്, അടിപൊളി പീസാണ്. വിത്ത് ഈ നെക്ക് വർക്കും കൂടെ ആയിട്ട് വേണം നിങ്ങൾ കൺസിഡർ ചെയ്യാൻ. നമ്മൾ ഓൾറെഡി ഇതിന്റെ പീസ് അപ്ലോഡ് ചെയ്തിരുന്നായിരുന്നു. പക്ഷെ ഒന്നും കൂടെ എനിക്ക് ഈ അജ്രക്കിന്റെ പ്രിന്റ് ഞാൻ സത്യം പറഞ്ഞാല് ഞാൻ ഒരു പീസ് അടിച്ച് പിന്നെ ഹാൻഡ് വർക്ക് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയത് ഇതിൽ ശരിക്കും ഒന്നുകൂടെ ഹാൻഡ് വർക്ക് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ട് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ പ്രിന്റ് ചെയ്യിപ്പിച്ചിട്ട് ഹാൻഡ് വർക്ക് എക്സ്ട്രാ ചെയ്തെടുക്കുക ചെയ്തത് കേട്ടോ. അടുത്തത് നല്ലൊരു ഇൻഡിഗോ ബ്ലൂവിൽ മസ്റ്റാർഡ് യെല്ലോയില് നല്ല ഡീപ്പ് ബ്ലൂ ഷെയ്ഡ് വരുന്നതാണ്. പ്രിന്റ് ആക്ച്വൽ പ്രിന്റ് ഇങ്ങനെയാണ് വരുന്നത്. വർക്കും ഇങ്ങനെയാണ് വരിക. മിറർ വർക്ക് ഉണ്ട്. കട്ട് ബീഡൊക്കെ എല്ലാത്തിനും സെയിം യൂസ് ചെയ്തിട്ടുള്ളത്. കാരണം മറ്റ് ഇത് വരുമ്പോൾ ഒരു ആൻറ്റിക് ഗോൾഡോ അല്ലെങ്കിൽ സിൽവർ ഒന്നും ഇതിലേക്ക് ആപ്റ്റ് അല്ല. വർക്ക് ചെയ്തോ ചോദിച്ചാൽ ചെയ്തു. ഇനി അത്ര ഡീപ്പായിട്ട് കാണാനും പാടില്ല. ഈ ഒരു മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ അജ്രക്കിൻ്റെ പ്രിന്റ് വരുന്ന മെറ്റീരിയൽ. അപ്പോൾ ഇതാണ് നെക്ക് പോർഷൻ വരുന്നത്. ഈ നെക്ക് ഞാനൊരു സൈഡ് പാർട്ടിലാണ് ഇതിൻ്റെ വർക്ക് ചെയ്യിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്താ പറയുക, സ്റ്റിച്ച് ചെയ്യുമ്പോൾ ടൈലേഴ്സിനോട് പറയണം അത് കട്ട് ചെയ്തിട്ട് നെക്കിലേക്ക് വെക്കാൻ കേട്ടോ. ഓക്കെ, ഇതാണ് ടോപ്പ് വരുന്നത്. ബോട്ടം വരുന്നത് ഈ ഒരു പാറ്റേണിലാണ്. ഐവറിയിൽ ഒരു എന്താ പറയുക മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡിൽ ചെറിയ പ്രിന്റ് വരുന്നതാണ്. ദുപ്പട്ട വരുന്നത്. അപ്പോൾ ദുപ്പട്ടയുടെ ബോഡി എന്തായാലും അതുപോലെ തന്നെ ആയിരിക്കും. ബോട്ടത്തിന്റെ സെയിം പ്രിന്റ് ആയിരിക്കും. പക്ഷെ പല്ലു ഏരിയയിൽ ടോപ്പിന്റെ സെയിം പ്രിന്റ് വരുന്നതാണ് കേട്ടോ. വിത്ത് ടെസൽസ് ആണ്. 2.5 മീറ്റർ ഉണ്ടായിരിക്കും. നല്ല കംഫർട്ടബിൾ ആണ്. നിങ്ങൾക്ക് ഇതിന്റെ വിടുത്തിന് കുറയ്ക്കാം. ഞാൻ കുറച്ച് വിടുത്ത് കുറച്ചിട്ടുണ്ട് ദുപ്പട്ട എടുത്തിട്ട്. അത് കുറയ്ക്കാം. പക്ഷെ അധികം പേർക്കും നല്ല സൈസുള്ള ദുപ്പട്ട ഇഷ്ടമാവുന്ന കാരണം ഈ അജ്രക്കിന്റെ ഐറ്റം കൂടുതൽ ഇഷ്ടമാവുന്നത്. അജ്രക്കിൽ പ്യുവർ ജാം കോട്ടണിൽ വരുന്ന മെറ്റീരിയൽ ആണ് കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് വരുന്നത്. അടിപൊളി പീസാണ്. ഞാൻ ഇട്ടത് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയില്ല. ഞാൻ ലാസ്റ്റ് ഇട്ടത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. അടുത്ത പീസ് വന്നിട്ട് നല്ലൊരു ഡീപ്പ് ബേക്ക്ഡ് ഓറഞ്ച് കളറിലായിട്ട്. അതിന്റെ പ്രിന്റും തന്നെ ഒരു വെറൈറ്റി ഉണ്ട്. കുറച്ച് വലിയ പ്രിന്റ് ആയിട്ടാണ് വരുന്നത്. പിന്നെ അതിൽ ഐവറി ഷെയ്ഡ് ആയതുകൊണ്ട് നല്ല ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്കും ഞാൻ സെയിം കട്ട് ബീഡ് തന്നെയാണ് യൂസ് ചെയ്തത്. മിററുണ്ട്, അതുപോലെ തന്നെ മിററും ഉണ്ട് കേട്ടോ. മിറർ സെയിം ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് കവർ ചെയ്തിട്ടുള്ളത്. നല്ല ഷൈനിങ് ഉണ്ട്. ഇനി ഇതിന് ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഇതിന് ഔട്ടർ ലൈനായിട്ട് വരേണ്ടത് പൈപ്പിംഗ് വെച്ചിട്ട് ബോട്ടത്തിൻ്റെ മെറ്റീരിയലാണ് നിങ്ങൾ ചെയ്യേണ്ടത്. എന്നിട്ട് ഞാൻ സെയിം സിംഗിളായിട്ടൊരു ഇത് സ്ലീവിലേക്കും കൊടുക്കുക ചെയ്യുന്നത് കേട്ടോ. സിംഗിൾ ഒരു പൈപ്പിംഗ് ബോട്ടത്തിൻ്റെ മെറ്റീരിയൽ വെച്ചിട്ട്. ഇതാണ് നെക്ക് ഏരിയ വരിക. ബോട്ടം വരുന്നത് ഐവറിൽ ഒരു ബ്ലാക്ക് ഡോട്ടും സിഗ്സാഗ് പ്രിന്റും ഒക്കെ മിക്സ് ആയിട്ടുള്ളതാണ്. സെയിം തന്നെയായിരിക്കും. ഇതാണ് ബോട്ടം കേട്ടോ. സെയിം തന്നെ ദുപ്പട്ട പല്ലുവിൽ നമ്മുടെ ടോപ്പിന്റെ സെയിം പ്രിന്റ് വരുന്നത് കേട്ടോ. 2.5 മീറ്റർ ഉണ്ടായിരിക്കും. ഇങ്ങനെയാണ് വരിക കേട്ടോ. നല്ല ഷെയ്ഡാണ്. നെക്സ്റ്റ് വൺ വന്നിട്ട് ഷെയ്ഡിനേക്കാൾ ഉപരി ഇത് സ്റ്റിച്ച് ചെയ്തിടുമ്പോൾ നല്ല കംഫർട്ടബിൾ ആയിട്ടുണ്ട്. നല്ല വൃത്തിയിൽ നല്ല ഷേപ്പിൽ കിടക്കുന്നുണ്ട് നമുക്ക് കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനെ ഈ ഒരു പാറ്റേൺ വെക്കുമ്പോൾ നല്ല നീറ്റ് ആയിട്ട് കിടക്കുന്നുണ്ട്. ബോട്ടത്തിന്റെ പൈപ്പിംഗ് കൂടെ വരുമ്പോഴാണ് സെപ്പറേറ്റ് ചെയ്ത് ബോട്ടത്തിന്റെ ഒപ്പം നിങ്ങൾ ഇതാക്കുമ്പോൾ എൻ്റെ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇത് കാണുന്നുണ്ട്. അത് വേറെ ഒന്നുമല്ല, ഈ ഒരു പൈപ്പിംഗ് കൂടെ വെച്ച് ചെയ്യുമ്പോഴാണ് ഇത് പെട്ടെന്ന് എടുത്തറിയുന്നത് കേട്ടോ. അല്ലാണ്ട് നോർമൽ മറ്റതുപോലെ സ്റ്റിച്ച് ചെയ്ത ഒരു ഭംഗി ഉണ്ടാവില്ല. നിങ്ങൾ പ്രത്യേകം ഇതുപോലെ ഞാൻ ലാസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം എങ്ങനെയാണ് നെക്കിൻ്റെത് എന്നുള്ളത് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡ് തന്നെയാണ്. അതിൽ ഐവറി കളറാണ് കോമ്പിനേഷൻ വരുന്നത്. ബ്ലാക്ക് കട്ട് ബീഡ് യൂസ് ചെയ്ത് ബ്ലാക്ക് ഒരു ഷൈനിങ് വരുന്ന ഒരു മെറ്റാലിക് കളറിൽ വരുന്ന ഒരു കട്ട് ബീഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കുറച്ച് ഷൈനിങ് നന്നായിട്ട് ഷൈനിങ് ഉള്ളതാണ്. അതിങ്ങനെ നെക്ക് കണ്ടോ, നെക്കിൻ്റെ ഇത് ഇങ്ങനെ കാണിക്കുമ്പോൾ അത്ര അറിയില്ല കേട്ടോ. ഇത് നമ്മളെ ബോഡിയിലേക്ക് വെക്കുമ്പോഴാണ് ഒന്ന് ജസ്റ്റ് കാണിച്ചത്. ബോഡിയിലേക്ക് വെക്കുമ്പോഴാണ് ഒന്നും കൂടെ ഷോ വരുന്നത് ആ പീസിന്. പിന്നെ ഇവിടെ നമുക്ക് എന്താ പറയുക പൈപ്പിംഗ് കൂടെ വരും. നല്ലൊരു ഷെയ്ഡാണ്. ഐവറി കളറിൽ വരുന്നതാണ് ഇതിന്റെ ബോട്ടം വരുന്നത്. വിത്ത് മസ്റ്റാർഡ് യെല്ലോ ഒരു സിഗ്സാഗ് പ്രിന്റ് വരുന്നതാണ്. ദുപ്പട്ട സെയിം ബോഡിയിൽ ഐവറിയാണ്. 2 എൻഡിലേക്കും നമ്മുടെ ടോപ്പിനോട് സിമിലർ ആയിട്ടുള്ള സെയിം ഒരു ബ്ലോക്ക് പ്രിന്റ് ചെയ്തിട്ടുള്ള ദുപ്പട്ടയാണ് വരുന്നത് കേട്ടോ. ഇതാണ് ദുപ്പട്ട വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ വന്നിട്ട് നെക്സ്റ്റ് വന്നിട്ട് അതിന് തന്നെ നേരെ നല്ല വഴിക്കുക കാരണം ഓരോന്നിൽ പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് വന്നിട്ട് നല്ലൊരു ബേക്കഡ് ഓറഞ്ച് കളറിൽ വരുന്ന പീസ് തന്നെയാണ്. അതിൻ്റെ ഡിസൈനും സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ ആട്ടോ. ചെറിയ ചെറിയ റൗണ്ടും കുറച്ച് വലിയ റൗണ്ടും ഒക്കെ മിക്സ് ആയിട്ടുള്ള വലിയ റൗണ്ടൊക്കെ മിക്സ് ആയിട്ടുള്ളതാണ്. ഐവറിയാണ് കോമ്പിനേഷൻ വരുന്നത്. ഇതിലേക്ക് ബ്ലാക്ക് ത്രെഡാണ് ഞാൻ യൂസ് ചെയ്യാൻ അങ്ങനെ ചെയ്താൽ മതി. കാരണം എനിക്ക് ഒന്നും കൂടെ അതിന് വിസിബിൾ ആവുന്നത് അതിൻ്റെ ബ്ലാക്ക് ത്രെഡാണ്. കട്ട് ബീഡ് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നെക്കിൻ്റെ ഏരിയയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. നെക്കിൻ്റെ ഏരിയയിലേക്ക് വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ നെക്കിൻ്റെ സ്ക്വയർ പോർഷനിൽ ഒരു എന്താ പറയുക ഒരു പോർഷൻ ഇതും കൂടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ചിരിക്കുക കാരണം വേറെ നമ്മൾ റെഗുലർ കസ്റ്റമർ ആളിവിടെ വണ്ടി നിർത്തിയിട്ട് ഹെൽമെറ്റോട് വെച്ച് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹെൽമെറ്റ് എടുക്കാണ് പതിഞ്ഞു വന്നിട്ടാണ് ഇതിൽ കൂടെ വന്നിട്ട് ഹെൽമെറ്റ് എടുത്തത്. അപ്പോൾ അത് കണ്ടപ്പോൾ ചിരിച്ച വീഡിയോ ബ്രേക്ക് ആക്കേണ്ടത് കരുതിയിട്ട്
ഓക്കെ, അപ്പൊ നെക്കിന്റെ ഏരിയ എന്താണ് ഇങ്ങനെ കട്ട് ബീഡ്സ് വെച്ചിട്ട് വിത്ത് മിറർ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ വരുമ്പോഴാണ് അതിന് കൂടുതൽ ഭംഗിയാണ് ഷോ ഉണ്ടാവും. അങ്ങനെ വരുന്നത് ഐവറി കളറിൽ ബോട്ടത്തിന്റെ പീസ് വെച്ചിട്ട് പൈപ്പിംഗ് കൂടെ കൊടുക്കുക കേട്ടോ. പിന്നെ ദുപ്പട്ടയുടെ പല്ലു ഏരിയയിൽ സെയിം ടോപ്പിന്റെ സെയിം തന്നെ പ്രിന്റ് വരുന്നുണ്ട് വിത്ത് ടെസൽസ് ആണ്. ബോഡി പാർട്ട് ഐവറി ഷെയ്ഡിൽ കേട്ടോ വിത്ത് ബ്ലാക്ക് പ്രിന്റ് കൂടെ വരുന്നതാണ്. അടിപൊളി പീസാണ്. സത്യം പറഞ്ഞാൽ സ്റ്റിച്ച് ചെയ്തിടുമ്പോഴാണ് ഇതിന്റെ മൊത്തത്തിലുള്ള ലുക്ക് വരിക. ആ ലുക്ക് കണ്ടിട്ടാണ് ഞാൻ സെയിം നമ്മൾ മുന്നേ ചെയ്തിരുന്ന ഈ സെയിം പ്രിന്റുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഇങ്ങനെ എന്താ പറയാ ബീഡ് ഞാൻ അന്ന് ആക്ച്വലി എടുത്ത ഒരു പീസ് ഉണ്ട് കേട്ടോ. അതിലേക്ക് ഞാൻ എക്സ്ട്രാ ഹാൻഡ് വർക്ക് ചെയ്തപ്പോഴാണ് എനിക്ക് നല്ല ഭംഗി തോന്നിയപ്പോൾ അങ്ങനെ വെച്ചിട്ടും കൂടെ ഒന്ന് പ്രസന്റ് ചെയ്യാൻ തോന്നിയത് കേട്ടോ. അടുത്തത് നല്ലൊരു ഐവറി കളർ മസ്റ്റാർഡ് യെല്ലോയില് ഡീപ്പ് ആയിട്ടുള്ള ഇൻഡിഗോ ഷീറ്റ് നമ്മൾ കാണിച്ചിട്ടില്ല. അതിൽ വേറെ പ്രിന്റ് അല്ല കാണിച്ച് ഇൻഡിഗോ പ്രിന്റ് വരുന്നതാണ്. നെക്കിന്റെ ഏരിയ കുറച്ച് നല്ല ഡീറ്റെയിൽഡ് വർക്ക് വരുന്നുണ്ട് കേട്ടോ. കട്ട് ബീഡ് യൂസ് ചെയ്തിട്ടുള്ള നല്ല ഡീറ്റെയിൽ വർക്ക് വരുന്നുണ്ട്. നല്ല ഷൈനിങ് ഉണ്ട് കേട്ടോ. വീഡിയോയിൽ എത്രത്തോളം അത് എഫക്റ്റീവ് ആവുമെന്ന് അറിയണില്ല. കാരണം ഇട്ട് ഇതാക്കുമ്പോഴാണെങ്കിൽ അങ്ങനെ കാണുന്നുണ്ടോ? ചില കളറിലുണ്ട്, ചില കളേഴ്സിന്റെ വീഡിയോയില് കാണുന്നില്ല. അതെന്താന്നുള്ളത് പൈപ്പിംഗ് വെച്ചിട്ട് ആ ഒരു ഇതിന്റെ കംപ്ലീറ്റ് ആ ലുക്ക് ഉണ്ടായാലാണ് അതിന് ആ ഒരു ഭംഗി ഇത് കിട്ടുന്നുള്ളൂ കേട്ടോ. ഇതാണ് ബോട്ടം വരുന്നത്. ഓക്കെ, ഇത് ദുപ്പട്ടയുടെ പല്ലു ഏരിയ ബോർഡർ വരുന്നുണ്ട്. ബോർഡർ ഇങ്ങനെ വരുന്നുണ്ട്. ഇതാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഒരു ബേക്ക്ഡ് ഓറഞ്ച് കളറിൽ തന്നെയാണ്. നല്ല ഡീപ്പ് ബേക്ക്ഡ് ഓറഞ്ച് കളറാണ് കേട്ടോ. അതിലേക്ക് ഈ ഒരു ഷൈനിങ് ഉള്ള ബീഡ്സ് ബ്ലാക്ക് ബീഡ് വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട്. വിത്ത് സിൽക്ക് ത്രെഡ് ബ്ലാക്ക് യൂസ് ചെയ്തിട്ടാണ് മിറർ കവർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഉണ്ടോ? ഞാനൊരു ഇതിൽ ഗോൾഡൻ സീക്വൻസ് കൂടെ കൊടുത്തിട്ടുണ്ട്. വർക്ക് ഒന്നും കൂടെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചിലതിന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതൊക്കെ നെക്ക് നമ്മൾ ഈ ഒരു പോർഷനിൽ കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. നെക്കിൻ്റെ ഏരിയ കേട്ടോ. നെക്ക് ഈ ഒരു പോർഷനിൽ കട്ട് ചെയ്തെടുത്തിട്ടാണ് ഫ്രണ്ട് നെക്കിലേക്ക് ആഡ് ചെയ്യേണ്ടത്. ബോട്ടം വരുന്നത് ബ്ലാക്കിൽ ഐവറിയിൽ ബ്ലാക്ക് സിഗ്സാക്ക് വരുന്നതാണ്. സെയിം തന്നെ ദുപ്പട്ടയിലേക്കും വരുന്നതാണ്. പല്ലു ഏരിയയിൽ നമ്മുടെ ടോപ്പിൻ്റെ സെയിം ബ്ലോക്ക് പ്രിന്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇത് ആക്ച്വലി നാച്ചുറൽ ഡൈ ആണ്. നാച്ചുറൽ ഡൈക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എന്താ പറയുക, കെമിക്കൽ ആഡ് ചെയ്തിട്ടുള്ള ഡൈ അല്ല. പിന്നെന്ന് വെച്ചാൽ ലിമിറ്റഡ് കളേഴ്സ് ആവും. കൂടുതൽ കളറുകളൊന്നും ഉണ്ടായിരിക്കില്ല നമ്മൾ. പക്ഷെ അതിനെ സംബന്ധിച്ച് നോർമൽ അജ്രക്കിനെ സംബന്ധിച്ച് ഈ കളേഴ്സൊക്കെ കുറച്ച് നമുക്ക് കിട്ടാത്തൊരു കളറാണ്. അല്ലെങ്കിൽ ബേക്ക്ഡ് ഓറഞ്ച് കളറൊക്കെ കുറച്ച് റയർ ഷെയ്ഡ്സിൽ വരുന്നതാണ്. നെക്സ്റ്റ് വന്നിട്ട് മസ്റ്റാർഡ് യെല്ലോയിൽ ഇൻഡിഗോ ഷെയ്ഡ് വരുന്നത് തന്നെയാണ്. ഓക്കെ, കുറച്ചുകൂടെ വലിയ പ്രിന്റ്. ഇതിൽ നമ്മൾ ഡീപ്പ് ഓറഞ്ചിലും അല്ലെങ്കിൽ ബേക്ക്ഡ് ഓറഞ്ച് കളറിൽ കാണിച്ചിട്ടുണ്ട്. നെക്കിൻ്റെ ഏരിയ കണ്ടില്ലേ, നല്ല ഒരു എന്താ പറയുക ബീഡ്സ് വർക്ക് ചെയ്തിട്ട് കുറച്ചിങ്ങനെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ശരിക്കും അതാണ് വെച്ച് സ്റ്റിച്ച് ചെയ്യിപ്പിക്കണം കേട്ടോ. നിങ്ങൾ നോർമൽ പോലെ തന്നെ സ്റ്റിച്ച് ചെയ്യരുത്. നെക്കിൻ്റെ ഏരിയ ഇങ്ങനെയാണ് വരുന്നത്. ബോട്ടം വരുന്നത് ഐവറി ഷെയ്ഡിലാണ്. ദുപ്പട്ട സെയിം ഐവറി ഷെയ്ഡിൽ രണ്ട് എൻഡിലും ടെസൽസ് ഉണ്ടായിരിക്കും. 2.5 മീറ്റർ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് സൈസ് വിടുത്ത് കുറയ്ക്കണമെങ്കിൽ വിടുത്ത് കുറയ്ക്കുക കേട്ടോ. ഞാൻ കുറച്ചിട്ടുണ്ട് ദുപ്പട്ടയുടെ. അപ്പോൾ ഇതാണ് ദുപ്പട്ട, ഇതാണ് ബോട്ടം. നെക്കും കൂടെ വന്നാൽ പൊളിക്കും. കാര്യമായിട്ട് പറയുന്നത് ഒന്നാമെന്ന് വെച്ചാൽ എനിക്ക് ആക്ച്വലി ഇങ്ങനെ അജ്രക്കിൻ്റെ പ്രിന്റ് അല്ലെങ്കിൽ മൊഡാൾ സിൽക്കിൻ്റെ മെറ്റീരിയലൊക്കെ ഇങ്ങനെ ഹാൻഡ് വർക്ക് ചെയ്യാനൊക്കെ ഭയങ്കര നമ്മൾ അങ്ങനത്തെ കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി വരും ഐറ്റം സ്റ്റോക്ക് വരുന്നുണ്ട്. ഓക്കെ, അടുത്തത് അതിലെ ഫസ്റ്റ് ആളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതിൽ ബേക്ക്ഡ് ഓറഞ്ച് കളർ തന്നെയാണ് നമ്മളിപ്പോൾ കാണിച്ച പോലത്തെ കളർ തന്നെയാണ്. പക്ഷേ ഡിസൈനിൽ ചെറിയ വേരിയേഷൻ വരുന്നുണ്ട്. 2.5 മീറ്റർ ഉണ്ടായിരിക്കും ടോപ്പ്. നമുക്കൊരു 48, 49 ഒക്കെ ലെങ്ത് ഉണ്ടായിരിക്കും. ഒരു 4XL, 3XL എന്തായാലും ചെയ്യാം കേട്ടോ. ഞാൻ പ്രാവശ്യം 4XL എന്ന് പറയണ്ട, 4XL ചെയ്യാം കേട്ടോ. ഓക്കെ, അതാണ് നെക്കിൻ്റെ ഏരിയ. അതിൽ കാണുന്നുണ്ട് നെക്ക് ക്ലിയർ ആകുന്നുണ്ടോ? ഇല്ല, കുറവ് ഷൈനിങ് ഉണ്ട്. ഇത് ക്ലിയർ ആവണേ. അത് ആ ശരിക്കും അതിൻ്റെ ഒരു ആ ബോർഡർ ലൈനും കൂടെ വന്നാലാണ് അതിൻ്റെ ആ ഒരു ഞാൻ പറഞ്ഞല്ലോ ലുക്ക് കംപ്ലീറ്റ് ആവുന്നത് കേട്ടോ. ഇതാണ് ബോട്ടം വരുന്നത്. ദുപ്പട്ട 2 എൻഡിലേക്ക് പല്ലു ഏരിയയിൽ ടെസൽസ് ഒക്കെ വെച്ചിട്ട് ബോഡി പാർട്ട് ഐവറിയിൽ ചെറിയൊരു ഡിസൈൻ വരുന്നത് കേട്ടോ. ഇതാണ് ദുപ്പട്ട വരുന്നത്. ഇത് ബോട്ടം. ആ നെക്ക് കൂടെ വന്നു കഴിഞ്ഞാൽ സ്ലീവിലേക്കും ഒരു പൈപ്പിംഗ് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയാണ്. നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു എന്താ പറയുക മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡ് തന്നെയാണ്. അതിലേക്ക് ഇൻഡിഗോ ബ്ലൂ കളറിൽ വരുന്നതാണ് വർക്ക് കേട്ടോ. സോറി, പ്രിന്റ് വർക്ക് നമ്മൾ നോർമൽ എല്ലാത്തിനും ചെയ്തത് കുറച്ച് ഷൈനിങ് ആയിട്ടുള്ള ഒരു മെറ്റാലിക് ഷെയ്ഡ് വരുന്ന ഒരു കട്ട് ബീഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കുറച്ച് നല്ല ഷൈനിങ് ഉള്ള ബീഡാണിത്. നന്നായി ലൈറ്റിലൊക്കെ പ്രത്യേകിച്ച് നന്നായി റിഫ്ലക്റ്റ് ചെയ്യും അതിൻ്റെ ആ ഒരു ഷൈനിങ്. നല്ല നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. വീഡിയോയിൽ ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് നെക്ക് ഏരിയ വരുന്നത്. 2.5 മീറ്റർ ഉണ്ടായിരിക്കും. ഞാനിങ്ങനെ ഇതിലേക്ക് പിടിച്ചിട്ടുണ്ട് കേട്ടോ.
2.5 മീറ്റർ ഉണ്ടായിരിക്കും. 4XL സൈസ് വരെ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ബോട്ടം ഐവറിയിൽ ഒരു സിഗ്സാഗ് ഡിസൈൻ വരുന്നതാണ്. പിന്നെ ദുപ്പട്ട വരുന്നത് ഐവറി വിത്ത് മസ്റ്റേർഡ് യെല്ലോ പല്ലു കേട്ടോ. എവിടെ അപ്പൊ ഇത്രയും പീസസ് ആണ്. അടിപൊളി പീസാണ്, ഒരു രക്ഷയില്ല. നമുക്ക് എക്സ്ട്രാ ഒരു പീസ് കൂടെ ഉണ്ട്, ഞാൻ ഇട്ടതും കൂടെ കാണിക്കാനുണ്ട്. അതാണ് ലാസ്റ്റ് നമ്പർ. ഇപ്പൊ 10 ഞാൻ കാണിച്ചത്. 11ാമത്തെ ഡിസൈൻ ഞാൻ ഇട്ടതാണ്. 11 കാണിച്ചാ ഓക്കെ. ഇത് അതിൽ ഇൻക്ലൂഡഡ് ആണല്ലോ അല്ല. 11 കാണിച്ചു. 12ാമത്തെ ഡിസൈൻ ആണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ഇതെന്താ വെച്ചാൽ സെയിം ഡിസൈൻ തന്നെ. നെക്കിന്റെ ഏരിയ കണ്ടില്ലേ, നെക്കിൻ്റെ ഏരിയയിലേക്ക് സെയിം അതുപോലത്തെ വർക്ക് ചെയ്തിട്ടാണ്. അതിൻ്റെ കംപ്ലീറ്റ് ലുക്ക് ഇതായത് ഫൈനലായത് ഈ ഒരു പീസ് ഉണ്ടല്ലോ, ഈ പൈപ്പിങ് അത് വെച്ചപ്പോഴാണ്. പൈപ്പിങ്ങിൻ്റെ ആ ഒരു ഇതും കൂടെ വരണം കേട്ടോ. നമ്മൾ ബോട്ടത്തിൻ്റെ പീസിൽ നിന്നാണ് ഈ പൈപ്പിംഗ് എടുത്തിട്ടുള്ളത്. അതും കൂടെ വരണം. സ്ലീവിലേക്ക് ഒരു പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് ഡിസൈൻ ആയിട്ട് വരാം. അതായിരിക്കും ബൈ.